السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد. كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب. وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആയത്ത് മുകളിലിട്ടിട്ടുണ്ട്. ക്ലാസ് കേൾക്കുന്നതോടൊപ്പം ഒന്നിരിക്കൽ ഖുർആൻ മറച്ച് നോക്കുക, അല്ലെങ്കിൽ ഫോണിൽ ഇട്ട ആയത്തുകൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുക. എന്നാൽ രണ്ടും കൂടി ആകുമ്പോൾ ഓത്ത് എങ്ങനെ പാരായണം ചെയ്യണമെന്ന നിയമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ തുടക്ക സന്ദർഭത്തിൽ സത്യനിഷേധികൾ അള്ളാഹുവിൽ നിന്ന് വരുന്ന വഹയ്, വിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല അന്യായങ്ങളും പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രയാസപ്പെടുത്തി. ആ പ്രയാസപ്പെടുത്തലിന് ഒരു വിശദീകരണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ വിശദീകരിച്ചു തന്നത്. ഇനി അവരുടെ തർക്കം, സത്യത്തിൽ തർക്കിക്കുകയാണല്ലോ അവർ ചെയ്യുന്നത്. ഖുർആനെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് കുതർക്കങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ആ രംഗമാണ് ഖുർആൻ പറയുന്നത്. മാ യുജാദിലു ഫി ആയാത്തില്ലാഹ്. ചെറിയ വാക്കർത്ഥങ്ങൾ ശ്രദ്ധിക്കണേ. യുജാദിലു, ഖുർആൻ ഒരു സൂറത്തിനുണ്ട്, മുജാദല, സൂറത്തിൻ്റെ പേരാ, നമ്മൾ കേട്ടിട്ടുണ്ടാവും, പരിചയമുള്ള വാക്ക. മാ യുജാദിലു ഫി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുന്നില്ല. മാ പറഞ്ഞില്ല, അല്ല, ആയാത്ത്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ. ഇടത് ഭാഗത്ത് ലെഫ്റ്റിലേക്ക് അർത്ഥം വെച്ചെടുത്താൽ വളരെ എളുപ്പം. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുന്നില്ല ആരൊഴികെ, ഇല്ലല്ലദീന കഫറു, അവിശ്വസിച്ചവരല്ലാതെ. ഇല്ല പറഞ്ഞ ഒഴികെ, അല്ലതിന ഒരു വിഭാഗം, കഫറു അവർ അവിശ്വസിച്ച ഒരു വിഭാഗം ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നസ്സാണല്ലോ, ആയത്ത്. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുക അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ തർക്കം എന്നത് പറ്റേ പാടില്ലാത്ത ഒന്നല്ല, അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം പറയുന്നിടത്ത് 3 രീതി പറഞ്ഞു ആയത്ത്, നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്താണ്. അതിലൊന്ന് പറഞ്ഞത് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല സ്നേഹ സംവാദം. അതാണ്, അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള തർക്കം പറ്റും എന്ന് അള്ളാഹ് പഠിപ്പിച്ചിരുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് കാണാം, വലാ തുജാദിലു, നിങ്ങൾ തർക്കിക്കരുത് അഹ്ലൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകളോട്, ജൂത ക്രൈസ്തവരോടൊക്കെ അവർ തർക്കിക്കരുത്. എങ്ങനെയല്ലാതെ, ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലക്കല്ലാതെ. അഥവാ സത്യം സ്ഥാപിക്കാനാണ് എങ്കിൽ തർക്കം മഹാപുണ്യമാണ്. ഇനി കുതർക്കത്തിന്, അനർത്ഥം സ്ഥാപിക്കാനാണെങ്കിൽ മഹാപാപമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യനിഷേധികൾ തർക്കിച്ചത് അനർത്ഥം സ്ഥാപിക്കാനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള തർക്കം അവിശ്വാസികളുടെ ലക്ഷണമാണ് എന്ന് പറഞ്ഞത്. ആയത്ത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഭാഗം, അതുകൊണ്ട് ഫലാ യഗ്റുർക, ഗൈനാണ് കേട്ടോ അത്, ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ്. ഫലാ യഗ്റുർക, താങ്കളെ വഞ്ചിതനാക്കരുത്. ഗർറ യഗ്റു, ഗുറൂർ, കേട്ടോ, വഞ്ചിതനാക്കരുത്. തഖല്ലുബുഹും, അവരുടെ സ്വൈര്യവിഹാരം, തഖല്ലുബ് സ്വൈര്യവിഹാരം, ഫിൽ ബിലാദ്, നാടുകളിൽ. അഥവാ സത്യനിഷേധികൾ നാടുകളിൽ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നത് താങ്കളെ വഞ്ചിതനാക്കരുത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു ആയത്തിൻ്റെ ഭാഗമാണിത്. അവരുടെ അടുത്തും ശരിയുണ്ട്. അതുകൊണ്ടാണ്
എല്ലാ നെറുകേടുകളും തമ്മാടിത്തരങ്ങളും കാണിച്ചിട്ടും അള്ളാഹു എന്തേ അവരെ പിടികൂടാത്തത്? അള്ളാഹുവിനെ അവരങ്ങ് പിടിച്ച് ശിക്ഷിച്ചുകൂടെ? അവരടുത്തും എന്തോ ഒരു സത്യമുണ്ട് എന്നൊക്കെയുള്ള നമ്മുടെ വിചാരമുണ്ട്. അത് വഞ്ചനാപരമായ സ്വഭാവമാണെന്ന. ഒരിക്കലും അത്തരത്തിൽ അവരുടെ ഈ മുസ്ലിം ഉമ്മത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആ ആരോപകർ പിന്നീട് സുഖകരമായി ജീവിക്കുന്നു. അതൊന്നും നിങ്ങളെ ഒരിക്കലും വഞ്ചിതരാക്കരുത്. അവരിൽ സത്യമുണ്ട് എന്നൊന്നും കരുതരുത്. കാരണം പ്രപഞ്ചത്തിൻ്റെ ഒരു വ്യവസ്ഥ ഉണ്ട്. കുറച്ചിങ്ങനെ നീട്ടിക്കൊടുക്കവർക്ക്, എന്നിട്ട് പൊടുന്നനെ ഒരു പിടുത്തമല്ല പിടിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? ആയത്തും കൂടി അർത്ഥം പറയാം. മാ യുജാദിലു ഫീ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുകയില്ല, ഇല്ലല്ലദീന കഫറു, സത്യനിഷേധികളല്ലാതെ. അതുകൊണ്ട് ഫലാ യഗ്റുറുക, താങ്കളെ വഞ്ചിതനാക്കരുത്, തഖല്ലുബുഹും, അവരുടെ സ്വൈര്യവിഹാരം, എല്ലാ നെറുകേടും ചെയ്തിട്ടും സുഖകരമായി അവർ ജീവിക്കുന്നുണ്ട് എന്നത് ഒരിക്കലും താങ്കളെ വഞ്ചിതനാക്കി കളയരുത്. ഫിൽ ബിലാദ്, നാടുകളിൽ, രാജ്യങ്ങളിൽ എന്നൊക്കെ അതിന് നമുക്ക് അർത്ഥം പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹ് പറഞ്ഞത്? അതാണ് അടുത്ത ആയത്ത് വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? കസ്സബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വൽ അഹ്സാബു മിൻ ബഅദിഹിം വഹമ്മതു കുല്ലു ഉമ്മത്തിൻ ബിറസൂലിഹിം ലിയഖുദൂഹു വജാദലൂ ബിൽ ബാതിലി ലിയുദ്ഹിളൂ ബിഹിൽ ഹഖ്ഖ ഫഅഖദ്തുഹും ഫകൈഫ കാന ഇഖാബ്. ഓത്തുന്നു ശ്രദ്ധിക്കുക. കസ്സബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വൽ അഹ്സാബു മിൻ ബഅദിഹിം. നൂനിന് മുകളിൽ ചെറിയ മീമുണ്ട്, മിൻ ബഅദിഹിം. വഹമ്മതു കുല്ലു ഉമ്മത്തിൻ ബി ഉമ്മത്തിൻ, അവിടെ ചുണ്ട് പൂട്ടണം. തീൻ്റെ അടിയിൽ നോക്ക്, ചെറിയൊരു മീമുണ്ട്, അത് തിം, തിം എന്ന് പറയാനാ. കുല്ലു ഉമ്മത്തിൻ ബിറസൂലിഹിം ലിയഖുദൂ, നിർത്താണെങ്കിൽ ലിയഖുദൂഹു എന്ന് വ്യക്തമാവരുത്. വജാദലൂ ബിൽ ബാതിലി ലിയുദ്ഹിളൂ ബിഹിൽ ഹഖ്ഖ ഫഅഖദ്തുഹും ഫകൈഫ കാന ഇഖാബ്. അർത്ഥം പറയാം. കസ്സബത് ഖബ്ലഹും, കസ്സബത് കളവാക്കി, പരിചയമുള്ള പദമാണ്. കസ്സബത് കളവാക്കി, ഖബ്ലഹും അവർക്ക് മുമ്പ്, അഥവാ ഈ മുശ്രിക്കീങ്ങളായ ആളുകളുണ്ടല്ലോ, അവർക്ക് മുമ്പും കളവാക്കിയിട്ടുണ്ട്. ഖൗമു നൂഹിൻ, നൂഹ് നബിയുടെ ജനത, ഖൗമു ജനത, നൂഹ് നബിയുടെ ജനത കളിയാക്കി. വൽ അഹ്സാബു, കക്ഷികളും. അഹ്സാബ് പറഞ്ഞാൽ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേര് അഹ്സാബ്, യുദ്ധത്തിൻ്റെ ഒരു പേരുണ്ട് അഹ്സാബ്. നമ്മുടെ അഹ്സാബ് യുദ്ധം, അത് കക്ഷികൾ എന്നാണ്. ഹിസ്ബ്, അഹ്സാബ്. പല കക്ഷികളും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയും ഈ മുശ്രിക്കുകളായ ആളുകൾക്ക് മുമ്പ് കളവാക്കിയിട്ടുണ്ട്. മിൻ ബഅദിഹിം, നൂഹിൻ്റെ ജനതയ്ക്ക് ശേഷം. മിൻ ബഅദിഹിം പറഞ്ഞാൽ അവർക്ക് ശേഷം, അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയ്ക്ക് ശേഷം. വാക്കത്ത് മനസ്സിലായല്ലോ? അത് ആദ്, സമൂദ്. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി പരിഹസിക്കുകയാണെന്ന് വിചാരിക്കരുത്. അള്ളാഹ് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് മുമ്പും പ്രവാചകന്മാരായി ആരൊക്കെ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരെയൊക്കെ അവരുടെ ജനത വ്യാജമാക്കി, കളവാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല, കളവാക്കിയെന്ന് മാത്രമല്ല, വഹമ്മത്ത് കുല്ലു ഉമ്മത്തിൻ, ഹമ്മ്, അയാൾ ഭയങ്കര ഹമ്മിലാണ് പറയുന്നത്. ഗൾഫിലൊക്കെ പോയ ആൾക്കാരെ ഹമ്മ് പറഞ്ഞാൽ തോന്നുക, വിചാരിക്കുക. വിചാരിച്ചു കുല്ലു ഉമ്മത്തിൻ, എല്ലാ ജനതയും, എല്ലാ സമുദായവും, ബി റസൂലിഹിം, അവരിലേക്ക് നിയോഗിച്ച റസൂലിനെ, അഹദവനെ പിടിച്ചു എന്നാ, പിടികൂടാൻ വേണ്ടി, പിടികൂടി വധിക്കാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അർത്ഥം വെക്കാം. പിടികൂടി വധിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലേ? അഥവാ നമ്മൾ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുമ്പോൾ അള്ളാഹ് ഇത് പറഞ്ഞു തരുന്ന അറിയോ, നമുക്ക് ഈ ചരിത്രമൊക്കെ കേട്ട് ആശ്വാസം കിട്ടാനാ. എല്ലാ നബിമാരെയും ആ നബിമാരിലേക്ക് നിയോഗിച്ച, ആ സമുദായത്തിലേക്ക് നിയോഗിച്ച നബിമാരെ എല്ലാ ഉമ്മത്തും, കുല്ലു ഉമ്മത്ത് പറഞ്ഞതാ, എല്ലാ സമുദായവും പിടികൂടിയിട്ട് വധിക്കാൻ തീരുമാനിച്ചു. ഹമ്മ പറഞ്ഞ വിചാരിച്ചു, തീരുമാനിച്ചു. ലിയഖുദൂഹു പറഞ്ഞാൽ പിടികൂടാൻ, പിടികൂടി വധിക്കാൻ, അഥവാ കഥ കഴിച്ച് കളയാൻ, കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല വജാദലു, അവർ തർക്കിക്കുകയും ചെയ്തു. അതിനാണ് വാ ഉള്ളത് മേലെയുള്ള ഭാഗത്തോട് ബന്ധിപ്പിക്കാനാണ്.
ആൻഡ് എന്നത് ഇംഗ്ലീഷിൽ ആൻഡ് എന്നതിൻ്റെ അർത്ഥം. വജാദലു അവരൊക്കെ തർക്കിക്കുകയും ചെയ്തു, ബിൽ ബാത്തിലി ബാത്തിൽ കൊണ്ട് അസത്യം കൊണ്ട് അവർ തർക്കിച്ചു. ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ ലിയുദ്ഹിലൂ അവർ തകർക്കാൻ വേണ്ടി ബിഹി ആ ബാത്തിലു കൊണ്ട് അൽ ഹഖ ഹക്കിനെ ബാത്തിലിനെ ഹക്ക് ഹക്കിനെ ബാത്തില് കൊണ്ട് തകർക്കാൻ വേണ്ടി അവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തൗഹീദിയുള്ള ആളുകളായതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ പല പരിശ്രമങ്ങളും നടന്നു ബാത്തില് കൊണ്ട് ഹക്കിനെ തകർക്കാൻ പല പരിശ്രമങ്ങളും നടന്നു. അതാ അവർ തകർക്കാൻ തകർക്കാൻ. എന്നാൽ അവരെയൊക്കെ അവരെയൊക്കെ അത് കാരണത്താൽ പിടികൂടി, അഥവാ ശിക്ഷ കൊണ്ട് പിടികൂടി എന്നാണ്. ആരൊക്കെയാണോ അസത്യം കൊണ്ട് സത്യത്തെ തകർക്കാൻ പരിശ്രമിച്ചത് അവരെയൊക്കെ അള്ളാഹു ശിക്ഷ കൊണ്ട് പിടികൂടി. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, ഫകൈഫ കാന ഇഖാബ്, കൈഫ എങ്ങനെ, കാന ആയിരുന്നു, ഇഖാബ് ശിക്ഷ. അവിടെ ഇഖാബി എന്നാണ്, യാത് കളഞ്ഞതാ, ഓതുമ്പോൾ ഇഖാബ് എന്നാണ്. ഫകൈഫ കാന ഇഖാബ്, എൻ്റെ ശിക്ഷ എങ്ങനെയായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. മനസ്സിലായല്ലോ? ഒന്നുകൂടി അർത്ഥം പറയാം. കല്ലബത്ത് ഖബ്ലഹും, അവർക്ക് മുമ്പ് കളവാക്കി, ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനത, വൽ അഹ്സാബു പല കക്ഷികളും, മിൻ ബഅദിഹിം അവർക്ക് ശേഷം, വഹമ്മത്ത് വിചാരിച്ചു, കുല്ലു ഉമ്മത്തിൻ എല്ലാ ജനതയും, ബിറസൂലിഹിം അവരിലേക്ക് നിയോഗിച്ച പ്രവാചകനെ ലിയഖുദൂ പിടികൂടിയിട്ട് വധിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, വജാദലു അവർ തർക്കിച്ചു, ബിൽ ബാത്തിലി ബാത്തിലുകൊണ്ട്, ലിയുദ്ഹിലൂ അവർ തകർക്കാൻ, അൽ ഹഖ ഹക്കിനെ തകർക്കാൻ അവർ തർക്കിക്കുകയും ചെയ്തു. എന്നാൽ എന്തായിരുന്നു പരിണിതി ഫലം? ഫഅഖദ്തുഹും, അത് കാരണത്താൽ ഇവർ ഇത്തരത്തിലുള്ള നെറുകേട് ചെയ്തു എന്ന കാരണത്താൽ പിടികൂടി, ശിക്ഷ പിടികൂടി. ഫകൈഫ കാന ഇഖാബ്, എൻ്റെ ശിക്ഷ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. അടുത്തത്, വകദാലിക ഹഖ്ഖത് കലിമതു റബ്ബിക അലല്ലദീന കഫറൂ അന്നഹും അസ്ഹാബുൻ നാർ. ഓരോ ആയത്തിനും ഖുർആന്റെ പ്രത്യേകത, മുകളിലുള്ള ആയത്തിന് താഴെയുള്ള ആയത്തും ഒരു ലിങ്ക് ഉണ്ടാവും, ഒരു ബന്ധം ഉണ്ടാവും. ദുനിയാവിൽ അവരെ ശിക്ഷിച്ചു പറഞ്ഞല്ലോ, ശിക്ഷ പിടികൂടി എന്ന് പറഞ്ഞല്ലോ. ദുനിയാവിൽ മാത്രമല്ല, അതാണ് അടുത്തത്. വകദാലിക് അപ്രകാരം, അഥവാ ദുനിയാവിൽ ശിക്ഷ അവരെ തേടിയെത്തിയതുപോലെ, അപ്രകാരം പറഞ്ഞാലതാ. ഹഖ്ഖത്ത് കലിമത്തു റബ്ബിക, ഹഖ്ഖത്ത് സ്ഥിരപ്പെട്ടു, പുലർന്നു, കലിമത്തു റബ്ബിക നിന്റെ റബ്ബിന്റെ വചനം പുലർന്നു. ആരുടെ മേൽ? അലല്ലദീന കഫറു അവിശ്വസിച്ചവർക്കെതിരിൽ, അലല്ലദീന കഫറു അവിശ്വസിച്ചവർക്കെതിരിൽ നിന്റെ റബ്ബിന്റെ വചനം പുലർന്നിരിക്കുന്നു, സ്ഥിരപ്പെട്ടു. എന്താ റബ്ബിന്റെ വചനം സ്ഥിരപ്പെട്ടത്? അന്നഹും തീർച്ചയായും അവർ, അസ്ഹാബുൻ നാർ നരകത്തിന്റെ ആളുകളാണ്. അസ്ഹാബ് ആളുകൾ, അന്നാർ നരകം. അഥവാ ദുനിയാവിൽ അവരെ അള്ളാഹു പല രീതിയിൽ ശിക്ഷിച്ചു. നമുക്കറിയാം ചരിത്രങ്ങൾ, പല പ്രവാചകന്മാരുടെ ജനതയും ഭൂമി കീമയിൽ മറിച്ച പ്രവാചകന്മാരുടെ അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആഖിറത്തിൽ അവർക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത് അന്നഹും അവർ അസ്ഹാബുന്നാർ അവർ നരകത്തിന്റെ ആളുകളാണ് എന്ന ഒരു വചനം അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു, പുലർന്നിരിക്കുന്നു. അഥവാ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ശിക്ഷയാണ് ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്ന ആയത്തുകളാണ്, തുടർന്നുള്ള ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് വിശദീകരിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടണം, കൂടുതലാക്കണം, എന്തെങ്കിലുമൊക്കെ ക്ലാസ് രീതിയിൽ സ്വഭാവത്തിൽ മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വിശദീകരണം കൂടാനുണ്ടെങ്കിൽ പറയാം. അങ്ങനെ അഭിപ്രായങ്ങൾ കേട്ടാൽ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് ക്രമീകരിക്കാൻ കഴിയും. ഒന്നുകൂടി ഓതിയിട്ട് നമുക്ക് നിർത്താം. മാ യുജാദിലു ഫീ ആയാതില്ലാഹി ഇല്ലല്ലദീന കഫറൂ ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ് كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه
وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിക്കുന്ന അതുപോലെ തന്നെ പരലോകത്ത് ഖുർആനിൻ്റെ ആളുകളെ പ്രത്യേകിച്ച് അള്ളാഹു ആദരിക്കുന്ന ആ വിഭാഗത്തിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാൻ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.